ചാപ്റ്റർ 8 ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. ഈ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ 4 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് വരും. 4 മാർക്കുണ്ട്. കളയരുത്. ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓടരുത്. ഇത് ചെയ്ത് പഠിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് 4 മാർക്ക് വാങ്ങിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ. ഇവിടെ നമ്മളോട് പറഞ്ഞിരുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ x² + y² = 4. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു ചെറിയ ഫിഗർ വരയ്ക്കാം. ഇതാണ് അല്ലേ, ഒറിജിൻ 0 ഉണ്ട്. ദെൻ നമുക്കങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് x² + y² = റേഡിയസ് സ്ക്വയർ അല്ലേ. അന്നേരം ഇവിടുത്തെ റേഡിയസ് അതായത് 2ൻ്റെ സ്ക്വയറാണ് 4. അന്നേരം ഇവിടുത്തെ റേഡിയസ് 2 എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇതാണ് ഷെയ്ഡഡ് റീജിയൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഞാൻ എടുത്ത് എഴുതുവാണ്. ഇക്വേഷൻ x² + y² = 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് y² കണ്ടുപിടിച്ചു. y² = 4 - x². ഓക്കെ, അങ്ങനെയാണെങ്കിൽ y നമുക്ക് എന്ത് കിട്ടും? √4 - x². അങ്ങനെയാണെങ്കിൽ 4നെ നമ്മൾ എന്തായിട്ട് എഴുതി? 2² എന്ന് എഴുതി. 2² - x². അന്നേരം വൈക്ക് ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കണം അല്ലേ. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുവാണ്? 4 × ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. 4 × ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ എന്ന് എഴുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 4 × ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കുന്നത്. ഇൻ്റഗ്രേഷൻ ഇവിടെ നോക്കിക്കേ, ഒറിജിനിൽ നിന്ന് ഇവിടം വരെയുള്ളതാണ്. അന്നേരം എന്ത് വരും? 0 to. ഓക്കെ, ഇനി y നിങ്ങൾ കണ്ടുപിടിച്ച y അങ്ങനെ തന്നെ എഴുതുക. എന്ത് വരും? 2² - x² എന്ന് എഴുതി. 2² - x² dx എന്ന് എഴുതി. ഇതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് ഇൻ്റഗ്രേഷൻ്റെ ചാപ്റ്ററിൽ. ആ ഇക്വേഷൻ ഞാനിവിടെ ബോക്സിൽ എഴുതിയിടാം. അതായത് ഇൻ്റഗ്രൽ √a² - x². ഇക്വേഷൻ വരുന്നത് x/2. നമുക്ക് തന്നിരിക്കുന്നതിനെ ഒന്നുകൂടെ എടുത്ത് എഴുതുക. a² - x². പിന്നെ പ്ലസ് a²/2 sin ഇൻവേഴ്സ് x/a. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇത് ഇക്വേഷൻ. അങ്ങനെയാണ് ഈ ഇക്വേഷനിൽ നോക്കിക്കേ, എയുടെ സ്ഥാനത്ത് 2² x² അല്ലേ. അങ്ങനെയാണ് നമുക്ക് ഇട്ട് കൊടുക്കാം 4 × 0 to 2 അല്ലേ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. ദെൻ 2² - x² dx എന്ന് കൊടുത്തു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 × എന്നാ, ഇതാണല്ലോ ഇക്വേഷൻ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ്. നമുക്ക് അവിടെ എന്തെന്ന് തന്നെ കൊടുക്കാം? x/2 അല്ലേ. ബാക്കിയോ സെയിം തന്നെ. 2² - x² പ്ലസ് a² എന്ന് പറഞ്ഞാൽ ഇവിടെ 2² ആണ്. 2²/2 sin ഇൻവേഴ്സ് x/a. എയുടെ സ്ഥാനത്ത് ഇവിടെ 2 ആണ്. 2 എന്ന് കൊടുത്തു. ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0. ദെൻ അപ്പർ ലിമിറ്റ് 2 ഇട്ട് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു 2 ക്യാൻസലായി പോകുമല്ലോ. ബാക്കി 2 sin ഇൻവേഴ്സ് x/2 ആരോ കിടക്കുന്നത്. ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അന്നേരം എന്ത് വരും? 4 × 4 ഔട്ട് സൈഡിൽ കിടക്കട്ടെ. നമുക്ക് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. 2/2. ഓക്കെ, √2² - 2² ഇട്ടില്ലേ. പ്ലസ് അടുത്തത് ഇവിടെ ഒരു 2 കിടക്കുന്നുണ്ട്. 2 sin ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്തപ്പോൾ 2/2 അല്ലേ. അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുത്തു. അപ്പർ ലിമിറ്റിനെ നിങ്ങളൊരു ബ്രാക്കറ്റിൽ ഇടുക. മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് ആരാ ഇവിടെ? 0. അന്നേരം എന്ത് വരും? 0/2 എന്നാണ്? 0/2 ഇവിടെ എന്ത് വരും? 2² - 0² വരും അല്ലേ. 2² - 0² പ്ലസ് 2 എന്ത് വരും? സൈൻ ഇൻവേഴ്സ് 0/2 വരും അല്ലേ. സൈൻ ഇൻവേഴ്സ് 0/2. അങ്ങനെയാണ് ഈ പറഞ്ഞേ 4 × 2/2. 2/2 1 ആവും. പക്ഷേ ഇവിടെ ഇത് 2² - 2² 0 ആയിപ്പോയി. അന്നേരം ഫസ്റ്റ് ടൈം 0. ദെൻ ഇവിടെ 2 sin ഇൻവേഴ്സ് 1 മൈനസ് ഇവിടെയും ഇത് 0 ആയിപ്പോവും. 0 × this one 0. ഇവിടെ 0/2. അന്നേരം നമുക്ക് കിട്ടുന്നത് 2 sin ഇൻവേഴ്സ് 0 എന്നാണ് അല്ലേ. 2 sin ഇൻവേഴ്സ് 0 ഇവിടെ എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്താ തന്നെ? 4 ×
0 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1 വരുന്നത് ഏതിൻ്റെ കാര്യത്തിലാണ്? പൈ ബൈ ടുവിൻ്റെ കാര്യത്തിൽ അല്ലേ, 90യുടെ കാര്യത്തിൽ പൈ ബൈ 2 എന്ന് കൊടുത്തു. ഓക്കെ, പൈ ബൈ 2 എന്ന് കൊടുത്തു. ഇനി ബാക്കി ഇത് 2 സൈൻ ഇൻവേഴ്സ് 0 വരുമ്പോൾ അതെന്തായി പോവും? 0 ആയിപ്പോയി. അത് എഴുതേണ്ട ആവശ്യമില്ല. ഈ 2ഉം വെട്ടിപ്പോയി. ബാക്കി നമുക്ക് വരുന്നത് 4 പൈ ആണ്. അന്നേരം ഏരിയ ഇസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ യൂണിറ്റ്. ഏരിയയുടെ യൂണിറ്റ് ഇടാൻ മറന്നു പോകരുത്, സ്ക്വയർ യൂണിറ്റ്സ്.